അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുബാഹിലേക്ക് വെല്ലുവിളിച്ചത് ഖാദിയാനികളായിരുന്നു. നമുക്കറിയാവുന്ന സത്യം. വെല്ലുവിളിച്ചവർക്കാണ് മുബാഹിലയുടെ അനന്തരഫലമായിട്ട് അവർ ഉണ്ടാകുമെന്ന് ആവശ്യപ്പെട്ട ഭവിഷ്യത്തുകൾ ഉണ്ടായി കാണേണ്ടത് അവരുടെ വാദം സത്യമാണെന്നതിൻ്റെ തെളിവായി ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചോ ഇല്ല എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഇനി മുബാഹലയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ ഈ ഖാദിയാനികളായി തീർന്നിട്ടുണ്ട് എന്ന വ്യാപകമായ പ്രചാരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു അവകാശവാദത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നും അതിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. هنا مروا وكانوا قدوة للناس هنا مروا وكانوا قادة أطهار هنا مروا وكانوا قدوة للناس. പകൽ പോലെ വെളിച്ചം കാണാവുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയുണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ അതടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് നാശനഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് വേണ്ടത്. പക്ഷേ അതുണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്നാൽ അവർക്കുണ്ടാവണ്ടേ, അവർക്കുണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ദ്വാർക്കണം എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ അവസരത്തിലും ദ്വാർക്കണം. ദ്വാ എന്നുള്ളത് പ്രത്യേകമായൊരു ഇബാദത്താണ്. അദ്വാ ഹുവൽ ഇബാദ എന്നുള്ളതാണ്. ആ നിലക്ക് അതിന് പ്രതിഫലം കിട്ടും. പിന്നെ അതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് പിന്നെ 3 രൂപത്തിൽ എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് അതേ രൂപത്തിൽ, അല്ലെങ്കിൽ പിന്നെ മറ്റ് അതിൻ്റെ പിന്നീടുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഗുണകരമായ, അതായത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ബസ് കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സാണ് അപ്പുറത്ത് പോയി അപകടത്തിൽ പെടണമെങ്കിൽ നമുക്ക് അത് കിട്ടാത്തതിന് സങ്കടം ഉണ്ടാവും. പക്ഷേ അത് ഒരാൾക്ക് അപകടം പറ്റുന്നതിന് സന്തോഷിക്കുകയല്ല കേട്ടോ. ആ അപകടം പെട്ടപ്പോൾ ഞാനൊക്കെ ആ ബസ് കിട്ടാത്തത് എന്തൊരു ആശ്വാസമായി എന്നുള്ള ആശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഈ കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള അള്ളാഹുവിനെ അറിയാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ എപ്പോഴാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യം നടത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടും എന്ന് ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഉറച്ചു വിശ്വസിക്കുന്നു. പടച്ചവൻ്റെ അടുത്തുനിന്ന് അതൊരു ഖണ്ഡിതമായ രീതിയിലുള്ള പ്രതിഫലാർഹമായ കാര്യമാണെന്നുള്ളത്. അപ്പോൾ ആ പ്രതിഫലമാണ് ഉള്ളത്. ഇനി എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ എന്നുള്ളതായിരിക്കാം. ഈ അവർ ഫലമായിട്ട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ മുബാഹലയുടെ അത് പ്രകാരം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ഈ സിയാഉൽ ഹക്കിൻ്റെ മരണം. ഇത് അതിൽ മനോരമ പത്രം 2009 സെപ്റ്റംബർ 7 തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച മനോരമയുടെ ഒരു ഇതാണ്. അത് നിങ്ങൾ ചേർക്കണം. ഞാനത് വായിക്കാം. സിയ കൊല്ലപ്പെട്ടതിന് പിന്നിൽ US പാക് അട്ടിമറി. അതായത് മുബാഹലയുടെ ആഹ്വാനത്തിലെ ഒന്നാം കക്ഷിയായിട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ആളായിട്ട് സിയാഉൽ ഹക്ക് ധൂളിക്കപ്പെടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് മുൻ പാക് പ്രസിഡൻറ്റ്, ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. മുൻ പാക് പ്രസിഡൻറ്റ് ജനറൽ സിയാഉൽ ഹക്ക് 1988 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് യാദൃച്ഛികമല്ലെന്നും പാകിസ്ഥാനിലെ ആഭ്യന്തര ശക്തികളുമായി ചേർന്ന് US നടത്തിയ അട്ടിമറിയാണ് പിന്നിലെന്നും മുൻ പാക് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി ഇംതിയാസ് അഹമ്മദിൻ്റെ വെളിപ്പെടുത്തൽ. ഒരു പാക് TV അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സിയയുടെ മരണം അപകടമല്ലെന്ന്, അട്ടിമറിയാണെന്നും മുൻ കരസേനാ മേധാവി മീഴ്സ അസ്ലം ബാഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ആവർത്തിച്ചു. ഇനി അതിൻ്റെ അവിടെ നടന്ന ഈ US-ൻ്റെയും അതുപോലെ പാക് ISIയും തമ്മിൽ ചേർന്ന് കണ്ടിട്ട് ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമുക്ക് അതിൽ വായിക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ പല രാജ്യങ്ങളിലും അമേരിക്ക ഇത്തരം കാര്യങ്ങൾ അമേരിക്കയും ജൂത ലോബിയോ അത് നടത്തുന്നുണ്ട്, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തുന്നതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ചെറിയൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മണ്ടിച്ചാടി പിന്നെ ഈ മുബാഹല ആഹ്വാനം നൽകിയതെന്നും സിയാഉൽ ഹക്കിനെ അതിൽ പെടുത്തിയതെന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതാണല്ലോ ഇത് പിന്നെ പ്രസിദ്ധീകരിച്ച് ആഗസ്റ്റ് 17, അതായത് പിന്നെ ജൂൺ 10 ഇത് പുറത്തിറക്കി. ജൂൺ 10 അല്ല ശരിക്കും, ജൂൺ 10 കഴിഞ്ഞിട്ട് ഒരു 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മുബാഹല ആഹ്വാനം വെളിച്ചം കാണുന്നത് തന്നെ. ഈ 1989 ആഗസ്റ്റ് 17 ഈ സിയൻ്റെ ഈ മരണം, പിന്നെ ഇത് ഈ വിമാനാപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള ഒരു ഏർപ്പാട് വേണമെന്നെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫലങ്ങൾ നമുക്ക് പിന്നെ ഇതാക്കാൻ കഴിയില്ല. ഉണ്ടായിട്ടുള്ള ചില സംഗതികളുണ്ട്. പിന്നെ നമ്മളെ ഈ മുബാഹല നടന്ന ആ ഗ്രൗണ്ടിലാണ് ഒരു 10-25 തെങ്ങുകൾ അങ്ങനെ തന്നെ ഇടിവെട്ടിപ്പോയത്. എന്താണെന്ന് നമുക്കറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്ത തെങ്ങുകൾ ഒന്നിച്ചില്ലേ, അതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഈ 10-25 ഒന്നായിട്ട് പോവുക എന്നുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ പിന്നെ സ്വത്തിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഉടമസ്ഥൻ തന്നെ പിന്നീട് പിന്നെ ഒരു വളരെ അങ്ങനെ ഉണ്ടല്ലോ ഇതൊക്കെ ക്യാഹ എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി പിന്നെ ഒന്നും അല്ലാതെ പിന്നെ ഈ ഇതിനോട് ആഭിമുഖ്യം കാണിക്കുകയും ചർച്ചകൾ നടത്തുകയും പിന്നീട് ഇതാവുകയും ചെയ്തിട്ട് ഈ സമയത്തൊക്കെ അദ്ദേഹം നമ്മളോട് അങ്ങേയറ്റത്തെ താല്പര്യവും നമ്മളോട് ആഭിമുഖ്യവും പിന്നെ ഒരു കൃത്യമായൊരു പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു മുസ്ലിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും താല്പര്യവും വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് കൈയിന ജാതി കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ച് നിങ്ങൾ പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് അതിന് പലപ്പോഴും അദ്ദേഹം ഇതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാവുന്ന ഒരു ദൃഷ്ടാന്തം എന്ന് വേണേൽ പറയാം. വേറൊരു സംഗതി ഉള്ളത്, ഈ കാദിയാനികൾക്ക് ഉണ്ടായിരുന്ന ഒരു അറബി വിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫലസ്തീനിലെ ഹസൻ മഹ്മൂദ് ഔദ, അദ്ദേഹം പിന്നെ 1983 മീർസ താഹിർ അഹമ്മദ് ആണ് ഹസൻ ഔദയെ അറബ് ലോകത്തെ മിഷനറിയായി നിയമിച്ചത്. തുടർന്ന് അദ്ദേഹം പടിപടിയായി ഉയർന്നിട്ട് പല കാര്യങ്ങളും, അതായത് അറബ് ലോകവുമായി ബന്ധപ്പെടാനുള്ള സർവ്വ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. പിന്നെ ഒരു അറബി പത്രം അത്തഖ്വ എന്ന് പറഞ്ഞാൽ അറബി പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പിന്നെ ഈ കൺവെർസേഷൻസ് മുഴുവൻ അറബിയിലേക്ക് മാറ്റിയിട്ട് അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ പലതും പിന്നെ ഒക്കെ ഇതായിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ പിന്നെ മുബാഹല ഒരു ചരിത്ര സംഭവം എന്നുള്ള ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ പക്ഷേ ഈ മുബാഹല നടന്നതിന് ശേഷം പിന്നെ കാണുന്നത് എന്താണ്, അദ്ദേഹം ഈ കാദിയാനിസം വിടുന്നതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുബാറക്ക ബീഗം, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ അഹമ്മദ് ഔദ, സാലിഹ് ഔദ തുടങ്ങി 20 പേര് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ കാദിയാനി മതം വിട്ട് പിന്നെ മാറുകയാണ്. അതും ഒരു വ്യക്തമായ ഒരു മുബാഹലിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം കണ്ടെന്താ വെച്ചാൽ ഒരുപാട് കാദിയാനികൾ പിന്നെ അഹമ്മദിയാക്കൾ അതിന് ശേഷം മുബാഹലയ്ക്ക് ശേഷം അഹ്ലുസുന്നയിലേക്ക് വന്നെന്നുള്ളതാണ്. അല്ല എന്നാണ് നമ്മൾ അതിൻ്റെ നമ്മൾ ഒരുപാട് ആൾ വന്നെന്ന് ഓറലായിട്ട് പറഞ്ഞാൽ പോരല്ലോ. അത് മാത്രമല്ല, അത്തഖ്വ എന്ന മാസിക ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അതുവരെ അത്തഖ്വ കാദിയാനി പക്ഷം വിവരിക്കാനും അതിലായിരുന്ന സ്ഥിതിക്ക് ഇതിങ്ങനെ ആകുകയാണ്. മാസിക എന്നെ മാറി ഇപ്പോഴും അത് അവിടുന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മീർസ ഈ താഹിർ അഹമ്മദ് സാഹിബുമായിട്ട് നടത്തിയിരുന്ന കുറേ സംഭാഷണങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് വഞ്ചിച്ചതായി അത് സ്വാഭാവികമായിട്ടും പറയാറുള്ളതാണ്. ഒരാൾ കാദിയാനിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ചതിച്ചതാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഈ ഹസൻ മഹ്മൂദ് ഔദയുടെ ഈ മടക്കം ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്ന അദ്ദേഹം ജന്മന ബോൺ കാദിയാനിയായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന ആ കാര്യം പ്രത്യേകിച്ചൊന്നും വല്ലാതൊന്നും ഒരു ഇതാവാതെ അങ്ങനെ ഒരു അത് എന്നുള്ളത് മാത്രമേ പറയാറുള്ളൂ.
ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് തെളിവ് എന്ന് നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം സത്യത്തിൽ ഇതിന് തെളിവ് സമർപ്പിക്കേണ്ടത് അവരാണല്ലോ അല്ലേ. അവർ വെല്ലുവിളിച്ച് അവർ വർഷങ്ങളായിട്ട് പോലെ നബി മുതൽ ഖലീഫ എല്ലാ ഖലീഫമാരും ആവർത്തിച്ചുകൊണ്ടിരുന്നത് വെല്ലുവിളി. ഇയാൾ ഒന്നുകൂടി ചൂടോടെ ഒരു പുതിയ വഹിയും കൂടി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരു ചപ്പാത്തിയും കൂടി പുതിയ മാവാന്ന് പറഞ്ഞു അല്ലേ, പുതിയ വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു ചുട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സത്യത്തിൽ ഇതിന് ശേഷം പിന്നെ ഇന്നത് ഉണ്ടായെന്നുള്ളൊരു തെളിവ് അവർക്ക് പറയാൻ പറ്റില്ല. അല്ല അവർ അവകാശപ്പെട്ടിട്ടില്ല, പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ആവശ്യപരമാണ്. 3 ആൾക്കാർ ഖാദിയാനിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അല്ല അതല്ലല്ലോ വെല്ലുവിളി. 3 ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ആൾക്കാരെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നാടൻ മട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നഞ്ഞ് പറ്റിയ ഒരു 2-3 ആൾക്കാരാണ് പിന്നെ ശരിക്ക് പിന്നെ ഖാദിയാനികളായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കുറച്ച് മേപ്പെട്ട് കയറി. ഉന്നയിച്ചിട്ടുള്ള സംഗതി അതല്ല, ഞാൻ ആരെങ്കിലും ഖാദിയാനിയിലേക്ക് വരുന്നല്ലോ, അല്ല ശത്രു. എന്നാലും തെളിവിന് വേണ്ടിയിട്ട് പറയാം. എന്നിട്ട് അതിലെ വസ്തുത അതല്ല. ഈ 3 ആളാണ് ഇതായത്. ഈ 3 ആൾ വന്ന് ഖാദിയാനിയായെന്നുള്ളത് കത്തട അയച്ചപ്പോൾ പിന്നെ കുറച്ചുകൂടി കനപ്പെട്ട കോലത്തിലായി. പിന്നീട് രണ്ടാമത് അങ്ങോട്ട് വന്നപ്പോൾ 20 ആൾക്കാർ വേറെയുണ്ടെന്ന്. ഇവിടെ ഈ കേരളത്തിൽ പ്രസിദ്ധീകരിച്ച അതിൽ 3 ആൾക്കാർ എന്നാണ് ഈ ഖലീഫ പറഞ്ഞിട്ടുള്ളതെങ്കിലും 20 ആൾക്കാർ വേറെ ഖാദിയാനി ആയിട്ടുണ്ട്, അല്ല അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ 23 ആൾക്കാരാണ്. അപ്പോൾ വലിയൊരു 23 ആൾ എന്നുള്ളത് ആണ് അവരുടെ ഈ ഒരവകാശവാദം. അതൊരു ദുഷ്പ്രചരണം. അതെ. അപ്പോൾ അതേ സമയത്ത് ഇതേവരെയായിട്ടൊരു 10-32 പേര് ഈ അഹമ്മദിസം ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏതായാലും മുബാഹല പിന്നെ അവർ എന്താണോ വെല്ലുവിളിച്ചത് അത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വാദത്തിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടെങ്കിലും പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അവരെ വെല്ലുവിളി അനുസരിച്ച് അവരെ വെല്ലുവിളി പിന്നെ പരാജയം എന്നുള്ളതിന് ഇപ്പോൾ വേറൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഈ ഇരിക്കണ 4 ആൾക്കാർ ജീവനോടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മുബാഹല ഓലെന്താണോ വെല്ലുവിളിച്ചത് അതിൽ പരാജയപ്പെട്ടു അല്ലേ. ഈ മുബാഹല നടന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്ന അന്ന് മുതൽ ഖാദിയാനി ഖലീഫ ലണ്ടനിലെ ഖുത്തുബയിൽ ഇങ്ങനെ ഈ വിഷയം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുത്തുബയിൽ തന്നെയാണ് ഈ റിദ്വാൻ മാസ്റ്ററുടെ മരണം ശ്രീലങ്കയിലെ. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉള്ള പണ്ഡിതന്മാർ ഇതിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഈ ആഹ്വാനം സ്വീകരിക്കുകയും അതോടൊപ്പം അവർ ചെറിയ നിർദ്ദേശങ്ങൾ, അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലുള്ള മുബാഹല നടത്തണം. അതിന് ഒരാൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരോട്, പാകിസ്ഥാനിലൊരു പണ്ഡിതൻ, ഞാൻ പറഞ്ഞ MP ഒക്കെ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം എഴുതിയത്, നിങ്ങൾ ഖലീഫ അവിടെ വെച്ചൊരു മുബാഹല ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ അടിയിൽ അദ്ദേഹം ഒപ്പിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അയാളുടെ അവകാശവാദമാണ്. അദ്ദേഹം ആ ഖുത്ബയിൽ പറഞ്ഞത് എന്താണ്, അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ആ ഖുത്ബയിൽ പങ്കെടുത്ത ആളുകളെങ്കിലും ചേർന്നുകൊണ്ട് ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, ഞങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളറിയണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കേൾക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നുകിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ്. ഞാനും എൻ്റെ കുടുംബവും അനുകൂലിക്കുന്ന ആളുകളും ചേർന്ന് അങ്ങോട്ട് വരാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെ ഈ ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നവംബർ 27 ഇത് അവസാനിക്കുന്നത്. അടുത്ത 89 നടന്നില്ല. അതിൻ്റെ ശേഷം നവംബർ 17 ഒരു കുത്തുബ നടത്തുകയാണ്. അത് 14/12/89 മദർ പത്രമാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ നമ്മുടെ മുബല്ലിഗ് ഇൻചാർജ് മൗലവി മുഹമ്മദ് അബുൽ വഫ സാഹിബിൻ്റെ ഒരു കത്ത് ഇന്നലെ ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ നടന്ന മുബാഹല വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാനായി അപേക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രദേശമായ കൊടിയത്തൂരിൽ ചില പണ്ഡിതന്മാർ അഹമ്മദിയ ജമാഅത്തിന് മുബാഹലക്ക് നിർബന്ധിച്ചു. നാം വെല്ലുവിളിച്ച പ്രകാരമുള്ള മുബാഹലക്ക് പകരം മുഖാമുഖം മുബാഹലക്ക് അവർ ശഠിച്ചു.
ജമാഅത്ത് ഒഴിഞ്ഞു മാറുമെന്ന് അവർ കരുതി. അതിനാൽ ഞാൻ അവർക്ക് മുബാഹല നടത്താൻ അനുമതി നൽകി. എന്നാൽ അഹമ്മദിയ ജമാഅത്ത് പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ ഒപ്പുവെക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർ സത്യസന്ധരായിരുന്നുവെങ്കിൽ ഈ ആരോപണങ്ങൾ മുബാഹലയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. എന്നാൽ അത് ഹസ്രത്ത് മസീഹിൻ്റെ നിഷേധത്തിൽ മാത്രം മുബാഹല ചെയ്യാൻ അവർ ഷഡിച്ചു. എന്നാൽ അതായത് അഹമ്മദിയ ജമാഅത്ത് അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും അവർ കളവാക്കുകയും ചെയ്തു. അവർ നിശ്ചയിച്ച കാലാവധി നവംബർ 28 അവസാനിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആരോപണങ്ങൾ നമ്മൾ മുബാഹലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ്. 2-3 ആരോപണങ്ങൾ ഒന്നുകൂടി ഇവിടെ വായിക്കുകയാണ്. ഈ അതായത് ഓല മുബാഹല ഓല ഖലീഫ, പിന്നെ നമ്മൾ നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറേ ഓലെപ്പറ്റി നമുക്ക് ഉണ്ടെന്ന പേരിൽ അവരുണ്ടാക്കിയ ഒരു ആരോപണം. അതെ, അത് നമ്മൾ അതിന് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കാദിയാനികൾക്ക് അക്രമ പ്രവർത്തനങ്ങൾക്കായി ഇസ്രായേലിൽ നിന്ന് പരിശീലനം ലഭിക്കുന്നു. 600 പാകിസ്ഥാനി കാദിയാനികൾ ഇസ്രായേൽ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട്. 4000 കാദിയാനികൾ ജർമ്മനിയിൽ നിന്ന് ഗറില്ല പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. ലിയാഖത്ത് അലി ഖാനെ വധിച്ചത് ഒരു കാദിയാനിയായിരുന്നു. ഒരു കാദിയാനി ഓഫീസർ പാകിസ്ഥാൻ്റെ ആണവ രഹസ്യം ചോർത്തി ഇസ്രായേലിന് നൽകി. എന്നിട്ട് നമ്മൾ അറിയാൻ ഇതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവേ നിൻ്റെ ശാപം നമുക്ക്. അപ്പോൾ ഇതാണ് ഇയാൾക്ക് പറ്റാത്തത്. കുത്തുബെ പറയാണ്, ഇത് സംബന്ധമായി ആദ്യം മുബാഹലയിലെ വാചകം നോക്കേണ്ടതുണ്ട്. ആ വാക്കുകൾ ഇപ്രകാരം ഇരുവിഭാഗത്തിൻ്റെയും മേൽ എന്താണോ സംഭവിക്കേണ്ടത് അത് തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. ഇനി അഥവാ ഈ വചനങ്ങൾ പ്രകാരം 2 പേർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ 2 വിഭാഗവും അസത്യവാദികളാണെന്ന് കരുതുന്നത് ശരിയല്ല. അപ്രകാരം ദൈവമില്ലെന്ന നിഗമനത്തുന്നതും ഒട്ടും ശരിയല്ല. കാരണം മൂന്നാമതൊരു നിഗമനത്തിന് സാധ്യതയുണ്ടല്ലോ, അതായത് നിങ്ങളുടെ മുബാഹല രീതി ശരിയല്ല, ദൈവത്തിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല എന്ന്. അപ്പോൾ നമ്മുടെ രീതിയാണ് എന്തെങ്കിലും ഫലപ്രാപ്തി ഇല്ലാതിരിക്കാൻ കാരണം. ഖുർആനിൽ പറഞ്ഞ പോലെ ചെയ്തത് നല്ല രീതിയല്ല എന്നാണ് ഖലീഫക്ക് മനസ്സിലായത്. പിന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ മുബാഹലയിൽ അത് ലിഖിതമാണെങ്കിലും ശരി, ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം ഞങ്ങൾ അസത്യവാന്മാരാണെങ്കിൽ ഞങ്ങളിൽ ശാപം ചൊരിയണമേ, മറിച്ച് സത്യപക്ഷത്താണെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്ന അടയാളം കാണിക്കണമേ എന്നാണ്. ഈ പ്രാർത്ഥനയുടെ ഫലമായി ശത്രു ഈ തീയതിക്കകം മരിക്കുമെന്ന് പറയുന്നത് അതിക്രമവും കറ്റുകെട്ടുമാണ്. ശത്രുവിനെ ഈ കാലാവധിക്കകം മരിപ്പിക്കണമെന്ന് ഈ ലിഖിതത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. നബിമാരുടെ ശത്രുക്കളോടുള്ള അള്ളാഹുവിൻ്റെ നടപടികൾ ഖുർആനിൽ പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നൂറ്റാണ്ടുകളോ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായി കാണാം. അതൊരു തുടർ പ്രക്രിയയാണ്. അതിനുള്ള ഒരൊറ്റ മറുപടി, ഇവരുടെ മുബാഹല വെല്ലുവിളി ഈ പുസ്തകത്തിൻ്റെ തന്നെ മുബാഹല എന്നാൽ എന്ത് എന്നുള്ള അതിലൊരു വാചകം മാത്രം വായിക്കാം. അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഖലീഫത്തുൽ മസീഹ് 4 മുന്നോട്ട് വച്ചിട്ടുള്ള മുബാഹല നിർദ്ദേശം സ്വീകരിച്ച് പ്രാർത്ഥനാ സമരത്തിന് ഒരുങ്ങുന്നവർ, മുബാഹലക്ക് അവർ ഒരു മലയാളം കൊടുത്താണ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ പൂർണ്ണ നാശത്തിന് ഇരയായിത്തീരുകയും ജീവനുള്ള ദൈവത്തിൻ്റെ സൽഭാവത്തിന് സാക്ഷ്യം വഹിക്കുന്ന സത്യദൃഷ്ടാന്തമായി മാറുകയും ചെയ്യുമെന്നാണ് അഹമ്മദികൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം ഫലം എന്താണ്? ഇത് ഇപ്പം നിഷേധിക്കുകയാണ്. ആരും മരിച്ചിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ ഫലമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് അന്ന് തന്നെ വായിക്കോളൊന്നും, ചിലപ്പോൾ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് അത്രയും നീട്ടി വെക്കുകയാണ്. ഇത് പറയാൻ കാരണം കൊടിയത്തൂരിൽ അവർ 3 ആളുകൾ, 3 അല്ല കുറേ യുവാക്കൾ മുബാലയ്ക്ക് ശേഷം ഇവരോട് ചോദിച്ചു, നമ്മുടെ മുബാലയുടെ കാലാവധി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ, എന്താണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ള എന്ത് ഫലമാണ് നമുക്ക് പറയാനുള്ളത്? അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാവരും ഒരുമിച്ച് കൂടി അബുൽ വഫ സാഹിബിനെയും മറ്റ് നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ കുട്ടികളും കൂടിയിരുന്നിട്ട് അവർ ഇത് കാര്യം പറഞ്ഞു. അവരാദ്യം പറഞ്ഞ മറുപടി, നമ്മൾ ഒരു കൊല്ലമാണ് മുബാഹലയുടെ കാലാവധിയായിട്ട് കാണേണ്ടത്. അത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, നമ്മുടെ മസീം മൗദ് കൃത്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളൊരു 6 മാസം കൂടി കാത്തിരിക്കണം. അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ധൈര്യപൂർവ്വം എഴുന്നേറ്റെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ 6 മാസ കാലാവധി ഖലീഫയുടെ സമ്മതപ്രകാരമല്ലേ നമ്മൾ അംഗീകരിച്ചത്?
അപ്പോൾ അതാണല്ലോ, കാരണം ഖലീഫക്കാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഴി കിട്ടുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശവും ഖലീഫയുടെ സമ്മതവും ഒക്കെ ആയിട്ടാണ് ഈ 6 മാസ കാലാവധി അംഗീകരിച്ചത്. എന്നാൽ പിന്നെ നിങ്ങൾ ആ വർത്തമാനം പറയരുത്. ഒരു 6 മാസം കാത്തു നിന്നിട്ട് ഞാൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 6 കൊല്ലം കാത്തിക്കാൻ പറയും. അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെ അന്വയിപ്പിക്കാൻ വേണ്ടി പല രീതിയും പറയും. ഏതായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുക, ഈ നമ്മുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനം ഇത് നവംബറിലാണല്ലോ, ഡിസംബറിൽ കാദിയാനിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാവർക്കും കൂടി പോകാം. അങ്ങനെ ഈ കൂടിയിരിക്കുന്ന 10-20 യുവാക്കളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോകാൻ ക്ഷണിച്ചു. പക്ഷേ 3 പേര് പറഞ്ഞു, അവർ പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ആലോചിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനം വിടുകയാണ് എന്നും പറഞ്ഞ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു ഞങ്ങൾ കാദിയാനിസം വിടുന്നു. അതോടുകൂടി ഇവർക്ക് ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടായത്, കാരണം ഇവർ പ്രമുഖരാണ്, ഈ കാര്യത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ്, യുവാക്കളാണ്, 1-2 സ്റ്റുഡൻസും ഉണ്ട്. ഇവർ കൃത്യമായിട്ട് പറഞ്ഞു ഈ മുബാഹലയിൽ അഹമ്മദിയ പക്ഷം പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ കാദിയാനിസം വിടുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് പോന്നു. മറ്റുള്ള കുട്ടികൾ അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇവരുടെ കൂടെ ആയിരുന്നെങ്കിലും അവരെ ഇവർ കൊണ്ടുപോയിട്ട് ആഗ്രയിലും ഡൽഹിയിലും ഒക്കെ കാണിച്ചു കൊടുത്തു. വളരെ VIP പരിഗണനയിൽ ഈ കാദിയാനിലെ സമ്മേളനത്തിലെത്തി. ഇതൊക്കെ പറയുന്ന ആരാ? ഇവർ തന്നെ, ഈ കുട്ടികൾ തന്നെയാണ് മറ്റുള്ളവരോട് പറയുന്നത്. അങ്ങനെ അവിടെ പങ്കെടുത്തുള്ള നേതാക്കന്മാർ, ഖലീഫ ഒന്നും വന്നിട്ടില്ല, ഇവരെന്ത് ചെയ്തു, പിന്നെ കൃത്യമായിട്ട് ഇവരെ പരിചരിച്ചു, അവർ പിടിച്ചു നിർത്തി. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവരും ജോലിയുള്ളവരൊന്നുമല്ല, അങ്ങനെ ആഹാരത്തിനും നിത്യജീവിതത്തിനും വഴി മനസ്സിലാക്കിയിട്ട് അവർ ആ കൂട്ടത്തിൽ തന്നെ നിന്നു. പിന്നെ യുവാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനീബോധമുള്ളവരൊക്കെ വളരെ കുറവായിരുന്നതിൽ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, മതവിദ്യാഭ്യാസം അവർ കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയ മദ്രസകളൊക്കെ ഉണ്ടെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്യാമെന്നുള്ളൊരിതാണ്. ഇങ്ങനെയാണ് ഇവരുടെ തിരിച്ചുവരവുണ്ടായത്. അപ്പോൾ ഈ 6 മാസ കാലാവധി എന്ന് പറയുന്നതിൽ അങ്ങനെ അർത്ഥമല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, കേരളത്തിൽ തന്നെ ഈ മുബാഹലയ്ക്ക് ശേഷം 3 മാന്യ വ്യക്തികൾ അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നു. ഇത് തുടങ്ങുന്നത് എങ്ങനെ അറിയോ? ഈ മുബല്ലിഗ് എന്തിനു വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നാണ്. ഇതിൽ വലിയ ഒരു അടയാളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അതെന്താ ഫലം? എന്താണ്? ഒന്ന്, കഠിന വിരോധികളായ പ്രസ്ഥാനക്കാരുമായിട്ടായിരുന്നു അവരുടെ ബന്ധം. ഇത് ഞങ്ങൾക്ക് അപമാനകമാണെന്ന് കരുതിയ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊരാളെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു വെച്ച് വളരെയധികം സമ്മർദ്ദം ചെലുത്തി, വാദപ്രതിവാദം നടത്തി. പക്ഷേ അള്ളാഹു അയാൾക്ക് സ്ഥിരത നൽകി. എതിരാളികളുടെ മനസ്സിൽ ഇതിൻ്റെ ഫലമായി ഒരുതരം ശിക്ഷ ഇറങ്ങിയിട്ടുണ്ടെന്ന് തീർച്ചയാണ്. കാരണം ഈ 3 പേർ അഹമ്മദിയ ജമാഅത്തിൽ ചേർന്നതിൻ്റെ ഫലമായി പലതവണ ശത്രുക്കൾ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു. ഇനി ഈ 3 ആൾ ആരാണെന്നും കൂടി നമ്മൾ ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് കൊടുങ്ങല്ലൂർക്കാരായ 3 ആളുകൾ. അതെ, മനസ്സിൽ തിരിച്ചറിഞ്ഞത് അയാൾക്ക് മാത്രം കാണാം. അയാൾക്ക് പടച്ചവനുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഭയങ്കര മാനസിക പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളത് അയാൾ കണ്ടിരിക്കും. അതുപോട്ടെ, അതിനിപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതേസമയം ഈ 3 പേര് കേരളത്തിൽ നിന്ന് അഹമ്മദിയത്ത് സ്വീകരിച്ചു ഈ കാലയളവിൽ എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, കേരളത്തിൽ 3.5 കോടി ആളുകളുണ്ട്. അന്ന് 1.5 കോടിൻ്റെ കുറവുണ്ടെങ്കിൽ 3 കോടി ആളുകളുണ്ട്. അതേസമയം അവരിൽ നിന്ന് 3 ആളാണ് കാദിയാനിസത്തിലേക്ക് ഈ കാലയളവിൽ പോയത്. ഇനി ആ മുസ്ലിങ്ങളെ മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മുസ്ലിങ്ങളും ഒരു 75-80 ലക്ഷം ആളുകളുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് 3 പേർ, അതൊരു ഗ്രാമത്തിലെ കൊടുങ്ങല്ലൂരിലെ ആ ഭാഗത്തുള്ള 3 പേരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ, ഒരാൾ നേരത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു സ്റ്റേറ്റ് സമിതി അംഗമൊക്കെയാണ്, ഒരു യുവാവാണ്, യൂത്ത് സംഘടനയുടെ നിലവിലില്ലാത്ത അതെ അതിൻ്റെയാണ്. അദ്ദേഹത്തിന് പിന്നെ കൊടിയത്തൂരിൽ സ്വീകരണം കൊടുക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന് കാദിയാനിസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകത്തിൽ വായിച്ചു നോക്കിയിട്ടില്ല, ഒരു കാര്യവും അദ്ദേഹം പഠിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞ കാര്യം, പിന്നെ കൊടിയത്തൂരിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ച കാര്യം എന്താണ്? ഞാൻ എൻ്റെ സംഘടനയോട് എൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞു. അവരത് കേട്ടില്ല. 10-30,000 രൂപ എനിക്ക് കടമുണ്ടായിരുന്നു, അതവർക്ക് സംഘടിപ്പിച്ച് തരാൻ കഴിഞ്ഞില്ല. പിന്നെ മറ്റ് ചില സംഘടനകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, അവരും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ മുതലക്കുളത്തുള്ള അവരുടെ അഹമ്മദികളുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു. ആ കാര്യത്തിന് പരിഹാരമുണ്ടായി. പിന്നെ അതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വിൽപ്പന നടത്തുന്നത് 30,000 രൂപയ്ക്ക് വേണ്ടിയാണ്, 30 വെള്ളിക്കാശ് എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഈ
സംഖ്യ വാങ്ങിയിട്ട് അദ്ദേഹമായി. അത് പോട്ടെ, അയാൾ പിന്നെ അതിൻ്റെ ശേഷം അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ പണ്ഡിതനൊക്കെ ആയിട്ട് പലയിടത്തും മുബല്ലിഗായിട്ടൊക്കെ പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആൾ ആണ് തട്ടിക്കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും അത് ഉറുദുവിൽ ഇയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞ അഗവാ കർക്കെ ബേഹദ് ഡബാവ് ഡാലാന്ന. അഗവാ കർണ തട്ടിക്കൊണ്ടുപോകുന്ന, പിന്നെ ബേഹദ് ഡബാവ് ഡാല വല്ല സമ്മർദ്ദം ചെലുത്തി, ഇത്രയാണ് ഈ സംഭവമാണെങ്കിൽ. ഈ ആളുടെ തന്നെ കൊടുങ്ങല്ലൂർക്കാരനായ മറ്റൊരാളാണ്. അദ്ദേഹം ഒരു മദ്രസ അധ്യാപകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ സംഘടനയിലെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരവിടെ കാത്തിരിക്കുന്നുണ്ട്. സംസാരിച്ച് വരുമ്പോൾ ഒരു പരമസാധു, അദ്ദേഹത്തിന് ഒരു കാര്യവും അറിയില്ല. അങ്ങനെ അദ്ദേഹം ഇവർ മറ്റുള്ള കൊണ്ടുവന്നവരൊക്കെ തിരിച്ചു പോയപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ ബാക്കിയായി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഞാൻ രാത്രിയും രാവിലെയും ഒക്കെ സംസാരിച്ചു. അപ്പോൾ രാത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി ഞാൻ പറഞ്ഞ അനുകൂലിക്കുക മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നമ്മുടെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാൻ വരെ അദ്ദേഹം വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്നെ ഇന്നലെ രാത്രി ഒരു സ്വപ്നദർശനം ഉണ്ടായി, ഇൽഹാമുണ്ടായി, ഞാൻ മസീഹായിട്ടും മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ നിയോഗിച്ചതായിട്ട് എനിക്ക് വെളിപാടുണ്ടായി. അപ്പോൾ ഈ ഇഷായത്തിൻ്റെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ വെച്ച് ഈ ഖാദിയാനിക്ക് അങ്ങനെ അനുകൂലമായി ഇതുണ്ടാകുകയാണെങ്കിൽ അതെനിക്കൊരു ക്ഷീണമാണല്ലോ. പക്ഷേ എന്താണ്, എൻ്റെ മക്കൾ അന്ന് ടേപ്പ് റെക്കോർഡ് വെച്ചിരുന്നു ആ സംസാരത്തിലൊക്കെ. അപ്പോൾ തലേന്ന് പറഞ്ഞതൊക്കെ ഇയാൾക്ക് വീണ്ടും കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇയാൾ പറഞ്ഞു, ഞാനെന്താ ചെയ്യുക, എനിക്കിങ്ങനെ. അപ്പം ദൈവികമായ വെളിപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും അദ്ദേഹം ആ ദിവസം അവിടെ നിന്നു. അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഇതൊക്കെ അലക്കാൻ അദ്ദേഹം തന്നെ അലക്കി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പോകേണ്ടിയിട്ടായിരുന്നു ഈ ഇയാളുമായിട്ട് സംസാരിക്കാൻ. ആ സമയത്ത് ഞാൻ ഇബ്രാഹിം അലിയും കാക്കിരി സാഹിബും ഒക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വരികയായിരുന്നു അയാൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കൊടിയത്തൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് ചാർജ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കില്ല. പിന്നെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്നൊക്കെ ഇയാൾ അവിടുന്ന് കുത്തുബയിൽ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒരാളെ തടഞ്ഞു വെക്കാനുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും വിഷയക്കാർക്കില്ല. പിന്നെ നാട്ടിൽ പോലീസും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കേസും ഉണ്ടായിട്ടില്ല. പിന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊരു മഹാ പിന്നെ അന്താരാഷ്ട്ര ഖലീഫ അല്ലേ, അങ്ങനല്ലേ? അതെ. മുബാഹലയെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.